വെൽക്കം ബാക്ക്. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഞ്ചിക്കറി. നമുക്കതൊന്ന് ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവയൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇഞ്ചിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവയെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായി ഇഞ്ചി ഞാനിവിടെ ഒരു 1/2 കപ്പ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വേണം. ശർക്കര ഇപ്പോൾ ഞാൻ ഒരച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് പുളി അലിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇവ നന്നായി കനം കുറഞ്ഞരിയുക. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഈ കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അവയും ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിവ വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം ഒന്ന് മൂത്ത മണം ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നമുക്ക് വീണ്ടും യോജിപ്പിക്കാം. ഇനി ഈ ഇഞ്ചിയെല്ലാം ഒന്ന് നന്നായി വെന്ത് വരട്ടെ. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയെല്ലാം നന്നായി തിളയ്ക്കുന്നുണ്ട്. മധുരം പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു അച്ചുകൂടി ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 അച്ച് ശർക്കര. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞു വെച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുളി വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് തിളച്ചു വരും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കറിയുടെ കളറെല്ലാം മാറി എല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇഞ്ചിക്കറിയെല്ലാം പാകമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പാത്രത്തിലേക്ക് പകർത്താവുന്നതാണ്. ഇത് നമുക്ക് കേടുകൂടാതെ കുറേ നാളിരിക്കും. നമുക്കിതൊരു ടൈറ്റായിട്ടുള്ളൊരു കുപ്പികളിൽ അടച്ചു വയ്ക്കാവുന്നതാണ്. ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.